നമസ്കാരം. എല്ലാ പ്രേക്ഷകരെയും കൃഷിദർശൻ ലൈവിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൻ്റെ പഴം പച്ചക്കറി ഉൽപ്പാദന രംഗത്തും അതുപോലെ വിപണന രംഗത്തും മുന്നേറ്റം ഉണ്ടാക്കുക എന്ന ലക്ഷ്യവുമായിട്ട് 1989 സ്ഥാപിതമായ സ്ഥാപനമാണ് ഹോർട്ടികോർപ്പ് അഥവാ കേരള ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ആദരണീയനായിട്ടുള്ള ശ്രീ വി രാഘവൻ കൃഷിമന്ത്രിയായിരുന്ന സമയത്ത് ഡോക്ടർ ആർ ഗോപാലകൃഷ്ണൻ നായർ പ്രഥമ മാനേജിംഗ് ഡയറക്ടറായിട്ട് തുടങ്ങിയ സ്ഥാപനമാണ് ഹോർട്ടികോർപ്പ്. കേരളത്തിലെ പഴംപച്ചക്കറി രംഗത്ത് അക്കാലത്ത് പഴംപച്ചക്കറി രംഗത്ത് മാത്രമല്ല പുഷ്പകൃഷി ഉൾപ്പെടെയുള്ള പല രംഗങ്ങളിലും അക്കാലത്ത് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ ഹോർട്ടികോർപ്പിന് സാധിച്ചു. ഇന്ന് ഈ സ്ഥാപനം രൂപം കൊണ്ടിട്ട് ഏതാണ്ട് 3 പതിറ്റാണ്ട് തികയാൻ പോവുകയാണ്. ഈ വേളയിൽ ഹോർട്ടികോർപ്പിൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ രഞ്ജനസ് കരിപ്പായി പ്രേക്ഷകരുമായി സംവദിക്കാനെത്തിയിരിക്കുകയാണ്. ആദ്യമായിട്ട് കഴിഞ്ഞ ഓണസമൃദ്ധിയിൽ കേരളത്തിലെ പച്ചക്കറികൾ ഏതാണ്ട് 60% നാടൻ പച്ചക്കറി തന്നെ സംഭരിച്ച് വളരെ ഫലപ്രദമായിട്ട് വില കുറച്ച് ഉപഭോക്താക്കൾക്ക് കൊടുക്കാൻ പറ്റിയതിന് അങ്ങേ പ്രത്യേകം അനുവദിക്കുകയാണ്. സ്വാഗതം ഇന്നത്തെ ചർച്ചയിലേക്ക്. ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഹോർട്ടികോർപ്പിൻ്റെ പ്രവർത്തനം കേരളത്തിൽ എത്ര ജില്ലകളിലാണ് ഇപ്പോൾ വ്യാപിച്ചിരിക്കുന്നത്? അത് പുതുതായിട്ട് മറ്റ് ജില്ലകളിൽ വ്യാപിപ്പിക്കാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട്? ഏതായാലും സ്വാഗതം. ഹോർട്ടികോർപ്പിൻ്റെ പ്രവർത്തനം അങ്ങ് പറഞ്ഞ പോലെ ഏതാണ്ട് 3 പതിറ്റാണ്ടായി ആരംഭിച്ചിട്ടെങ്കിൽ പോലും 14 ജില്ലകളിലേക്ക് നമ്മൾ ഇതുവരെ ചേർന്നിട്ടില്ല. ഇന്ന് പ്രവർത്തിക്കുന്നത് 11 ജില്ലകളിലാണ്. അവശേഷിക്കുന്നത് കാസർഗോഡ്, വയനാട്, മലപ്പുറം ജില്ലകൾ ഹോർട്ടികോർപ്പ് ഇപ്പോൾ പ്രവർത്തിക്കാത്ത ജില്ലകളാണ്. അതിന്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അതിന്റെ വിപണന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കാത്ത. പക്ഷേ കഴിഞ്ഞ ഓണ സമൃദ്ധി നമ്മൾ വളരെ വിപുലമായി തന്നെ അത് ഇടപെടൽ നടത്തിയപ്പോൾ ഈ ജില്ലകളിലും കൃഷി വകുപ്പുകളിലെ കൃഷിഭവനുകളിലൂടെയും കൃഷി വകുപ്പിന്റെ വിവിധ മറ്റ് ഏജൻസികളിലൂടെയും ഹോർട്ടികോർപ്പ് കൂടി അതിൽ ഉൾപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അത് തീർച്ചയായിട്ടും 14 ജില്ലകളിലേക്ക് കൂടി വ്യാപിക്കാനാണ് ഉദ്ദേശം. അടുത്ത ആഴ്ച തന്നെ വയനാട് ജില്ലയിലെ ഒരു സംഭരണ കേന്ദ്രം നമ്മുടെ പ്രിയപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ്. 21-ാം തീയതി കൽപ്പറ്റയിൽ വെച്ച് അത് ഉദ്ഘാടനം നടക്കും. വളരെ വലിയ വാർത്തയാണ് വയനാട്ടിൽ കൃഷിക്കാരെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും വയനാട്ടിൽ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഹോർട്ടികോർപ്പ് വയനാടിനെ കാണുന്നത്. ഇടുക്കി എന്ന പോലെ തന്നെ വയനാടും ശീതകാല പച്ചക്കറികളുടെ ഒരു ഹബ്ബ് അത്രയും ആയില്ലെങ്കിലും വിളഭൂമിയാക്കി മാറ്റുക എന്നുള്ള ഹോർട്ടികോർപ്പിന്റെ ലക്ഷ്യമാണ്. അവിടെ ധാരാളം കർഷകർ ഇത് ഉണ്ടാക്കുന്നുണ്ട്. പരിചിതമല്ലാത്ത നമ്മളൊക്കെ ഇംഗ്ലീഷ് പച്ചക്കറി എന്ന് വിളിച്ചിരുന്ന ഫുൾ സീസൺ വെജിറ്റബിൾസ്, ബ്രൊക്കോളി കൃഷി ചെയ്യുന്ന ആളുകൾ വയനാട്ടിലുണ്ട്. അത് ഏറ്റെടുക്കാനും നമ്മുടെ താഴ്വരങ്ങളിലേക്ക് എത്തിക്കാനും മറ്റു ജില്ലകളിലേക്ക് എത്തിക്കാനുമുള്ള ശ്രമം ആണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇടുക്കി പോലെ തന്നെ വയനാടും ഒരു കാർഷിക പ്രാധാന്യമുള്ള കൂൾ സീസൺ പച്ചക്കറി, ശീതകാല പച്ചക്കറികളുടെ വിളഭൂമിയാക്കി അത് കർഷകർക്ക് ആശ്വാസം നൽകുന്ന രീതിയിൽ സംഭരണവും വിതരണവും ഏർപ്പെടാൻ ഹോർട്ടികോർപ്പ് ആഗ്രഹിക്കുകയാണ്. ശരി, വളരെ നല്ലൊരു വാർത്തയാണത്. അതിൽ ഇപ്പോഴും നമ്മൾ ഓണക്കാലത്ത് പച്ചക്കറി സംഭരണം, പ്രത്യേകിച്ച് നമ്മുടെ കാന്തല്ലൂർ, വട്ടവട പോലുള്ള മേഖലകളിൽ വളരെ വർഷങ്ങളായിട്ട് ഇടത്തട്ടുകാരുടെ ഒരു ചൂഷണത്തിന് വിധേയമായിട്ടുള്ള ഒരു കൃഷിക്കാരുടെ ഒരു വലിയ സമൂഹമുണ്ട്. അപ്പോൾ ആ രംഗത്ത് വളരെ സമൃദ്ധമായിട്ട് ഇടപെടൽ ഈ ഓണക്കാലം നടത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അത് തുടർന്ന് എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും അത് തുടർന്ന് ഈ വരുന്ന നാളുകളിൽ തുടരുക എന്നുള്ളതിനാണ് തീരുമാനം. ഇന്ന് പോലും ഇടുക്കിയിൽ വട്ടവട കാന്തല്ലൂർ മേഖലയിൽ ചില അസ്വാരസ്യങ്ങൾ ചില ആളുകൾക്ക് വേണ്ടത്ര സംഭരിച്ചില്ല എന്ന് ഒരു പരാതി ഉയർന്നല്ലാതെ കാര്യമില്ലാത്തതാണെന്ന് അവിടെ സന്ദർശിച്ച നമ്മുടെ VFPCKയുടെ മാനേജിംഗ് ഡയറക്ടർ പോലുള്ള ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഒരു സംഘം സന്ദർശിക്കുകയും കർഷകരുമായി ചർച്ച ചെയ്തു. ഒരാൾക്കും പരാതിയില്ല എന്ന് ബോധ്യപ്പെട്ടു എന്നുള്ളത് എനിക്ക് ഫോണിലൂടെ അറിയാൻ കഴിഞ്ഞു. അത് നമ്മൾ തുടരുകയാണ്. എല്ലാ ദിവസവും ഹോർട്ടികോർപ്പ് ഇടുക്കിയിൽ വട്ടവട കാന്തല്ലൂർ മേഖലയിൽ നിന്ന് പച്ചക്കറി സംഭരിക്കുന്നുണ്ട്. 1 ലോറിയെങ്കിലും ദിവസേന അവിടെ നിന്ന് സാധനങ്ങൾ കയറ്റിവിടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇത് കേട്ട ഒരു പരാതി പോലെ ഏതൊരു വാർത്താ ചാനലിൽ പറഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ അന്വേഷിച്ചു. ഞാൻ വിളിക്കുമ്പോൾ അവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് ആനയറയിൽ 1 ടണ്ണിലധികം പച്ചക്കറി, കാരറ്റും പിന്നെ അതൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ വിളിയല്ല. അപ്പൊ കൺമുമ്പിൽ അവർ കണ്ടുകൊണ്ട് പറഞ്ഞത് ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കും ദിവസമുണ്ട്. ഇപ്പോ ഞങ്ങൾ പറയുന്നത് ഇടുക്കി വട്ടവട കാന്തല്ലൂർ ഞങ്ങളുടെ ഒരു പ്രത്യേക മേഖലയാണ്. മുൻകാലങ്ങളിൽ നടന്നില്ലെങ്കിൽ പോലും പൂർണ്ണമായും കൃഷിക്കാരുണ്ടാക്കുന്ന ശീതകാല പച്ചക്കറികൾ ഏറ്റെടുക്കുക എന്നുള്ളതിനൊരു തീരുമാനം. അതിന് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ
അറിയിപ്പ് കിട്ടാത്തതുകൊണ്ട് ആരെങ്കിലും ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തക്ക സമയത്ത് അറിയിപ്പ് കിട്ടാത്തതുകൊണ്ട് എന്തെങ്കിലും ഏറ്റെടുത്തില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ എല്ലായിടത്തും, ഒരിക്കൽ മാത്രമല്ല എല്ലായിടത്തും ഇത് തന്നെയാണ് തീരുമാനവും ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ എവിടെയും ഏത് കർഷകരും പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചാൽ അത് പൂർണ്ണമായും ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഹോർട്ടികോർപ്പിന്റെ തീരുമാനവും ഇതിന്റെ പ്രഖ്യാപിതമായ നയവും. പിന്നെ അതിലൊക്കെ ചിലപ്പോൾ ചില വീഴ്ചകൾ വരും. കാരണം ഒരിടത്തുണ്ടായി പുതിയൊരു സംവിധാനം, അത് മാത്രമല്ല ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. കൃഷിഭവനിൽ നിന്നോ അല്ലെങ്കിൽ കർഷകരിൽ നിന്നോ ഹോർട്ടികോർപ്പിന്റെ അതായത് ജില്ലകളിലെ മാനേജർമാർക്ക് അവരാണ് നടപടി എടുക്കുന്നത്. അവർക്ക് അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷേ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ നിമിഷം അത് സംഭരിക്കാനുള്ള നിർദ്ദേശം എല്ലാ ജില്ലാ മാനേജർമാർക്കും നൽകിയിട്ടുണ്ട്. അത് പാലിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പൊ ഇടുക്കിയെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ വട്ടവട കാന്തല്ലൂർ പ്രദേശത്തെ ഈ ഇടത്തട്ടുകാരിൽ നിന്നും മുൻകൂർ പണം വാങ്ങി ചെയ്യുന്നത് കൊണ്ട് ഉൽപ്പന്നം അവർക്ക് കൊടുക്കാനുള്ള ഒരു ബാധ്യതയുള്ള ഒരു ധാരാളം കൃഷിക്കാരുണ്ട്. അപ്പൊ അതിനെയൊക്കെ നമുക്ക് എത്രയായിരുന്നു ഈ കഴിഞ്ഞ ഓണം വരെ അതായിരുന്നു സ്ഥിതി. കോൺട്രാക്ട് ഫാമിംഗ് എന്തൊക്കെ ഓമന പേരിട്ട് വിളിക്കാവുന്ന കൃഷി ഇറക്കുമ്പോൾ തന്നെ വന്ന് മുൻകൂർ പണം കൊടുക്കുന്ന ഇടത്തട്ടുകാർ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ, പ്രധാനമായിട്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ് അവിടെ കൃഷിയെ വിപണിയെ നിയന്ത്രിച്ചിരുന്നത്. പക്ഷേ ഓണത്തിന് 2 മാസം 1.5 മാസം മുമ്പ് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഉദ്യോഗസ്ഥ സംഘം ഇടുക്കിയിലെ വട്ടവട, കാന്തല്ലൂർ, മൂന്നാർ മേഖലകൾ സന്ദർശിക്കുകയും കൃഷിക്കാരുമായി 3 യോഗങ്ങൾ സംവാദം അല്ലെങ്കിൽ അതിന് ചർച്ച നടത്തുകയും ചെയ്തു. ആ യോഗങ്ങളിൽ ഇതിന് പ്രത്യേകമായ താല്പര്യവും ഉറപ്പും നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കർഷകർ തയ്യാറായി. അത് ഇവിടെ ഉണ്ടാക്കുന്ന ഈ വിഭവങ്ങൾ തമിഴ്നാട്ടിലേക്ക് അയക്കുകയല്ല, മറിച്ച് നമുക്ക് നമ്മുടെ കേരളത്തിന്റെ ഭാഗമാണെന്ന് അവർ ഉറപ്പിച്ച് തെളിയിക്കുകയും ചെയ്തു. അതെ, അല്ലാതെ സംഭവിച്ചുകൊണ്ടിരുന്നത് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ പോയ ആളാണ്, 2-3 തവണ പോയി ചർച്ച ചെയ്തതാണ്. മനസ്സിലാക്കിയത് ഈ മുൻകൂർ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടാവുന്ന ഉൽപ്പന്നം മുഴുവൻ ഈ ഒരു വാക്കിന്റെ വില, അപ്പോ വാങ്ങിച്ച പണത്തിന് പ്രതിഫലമായി വിളവ് കൊടുക്കുമെന്ന് പറയുമ്പോൾ വിളവെടുപ്പിന്റെ സമയത്ത് ഇത് വിളവ് കൊടുക്കുമ്പോൾ വില തുച്ഛമായ തുച്ഛമായ വിലയ്ക്ക് ഇത് വാങ്ങി തമിഴ്നാട്ടിൽ പോയി അതേ സാധനം കേരളത്തിലേക്ക് വില കൂട്ടി വരുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അത് ഏതാണ്ട് തടയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയും. അതിനുവേണ്ടി ഞാൻ പറഞ്ഞല്ലോ, പ്രിയപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ കൊടുത്തൊരു ഉറപ്പാണ് അവിടെ ഒരു ബാങ്കിംഗ് സംവിധാനം ഉണ്ടാക്കുക. അതിന് കേരള ഗ്രാമീൺ ബാങ്ക് വട്ടവടയിൽ അതിന്റെ ബ്രാഞ്ച് തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവര് തന്നെ കർഷകർക്ക് ലോൺ, വേണ്ടത്ര ലോൺ, കാർഷിക വായ്പ കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ഇന്നും കൂടി ഞാനത് അറിഞ്ഞതാണ്. ഒരു തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ആ ബ്രാഞ്ച് കാർഷിക വായ്പ കൂടി സംവിധാനം ഏർപ്പെടുത്തുമ്പോൾ ഈ പുറമേ നിന്നുള്ള ഇടത്തട്ടുകാര് അല്ലെങ്കിൽ മണി ലെൻഡേഴ്സ്, പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആളുകളുടെ ഡിപ്പെൻഡൻസി പൂർണ്ണമായി ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ കർഷകർ ബുദ്ധിയുള്ളവരാണ്. അവർക്ക് അഗ്രികൾച്ചർ ലോൺ 4% ചിലപ്പോൾ പലിശയില്ലാ കടമായിട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മുടെ പൂർണ്ണമായും കേരളത്തിന്റെ ഭാഗമായി ഒരു വിളഭൂമിയായി വട്ടവട, കാന്തല്ലൂർ മാറ്റാൻ കഴിയുമെന്നുള്ളതാണ്. ഹലോ 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 നമസ്കാരം, ആരാണ്? ഞാന് തിരുവനന്തപുരം കുളപ്പനക്കുന്ന് സംസാരിക്കണം. മുരളീധരൻ നായർ. ചോദിച്ചോളൂ, സാറിന് ചോദിച്ചോളൂ. ഞാൻ MD സംസാരിക്കണം സാറേ. ചോദിക്കൂ. ഹലോ, ചോദ്യം ചോദിച്ചോളൂ. കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. സാറേ, ഈ പഴയ ഹോർട്ടികോർപ്പിന്റെ ബങ്കുകൾ ഉണ്ടായിരുന്നല്ലോ സാർ, ഇപ്പോഴാ ബങ്കുകള് കേൾക്കുന്നില്ല, ക്ലിയർ ആവുന്നില്ല. ടെലിവിഷന്റെ വോളിയം കുറയ്ക്കാമോ? ടെലിവിഷന്റെ അടുത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ഹലോ, കാള് കട്ടായെന്ന് തോന്നുന്നു. കാള് കട്ടായി. ഇപ്പോഴത്തെ ഈ ഇടുക്കിയെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ വേറൊരു വളരെ വിപ്ലവകരമായിട്ടുള്ള മുന്നേറ്റം അടുത്ത കാലത്ത് 10 വായിക്കുക മറയൂർ ശർക്കര. അതെ, മറയൂർ ശർക്കര വളരെ വർഷങ്ങളായിട്ട് ഇടുക്കിയിൽ പ്രത്യേക പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കും.